അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. അള്ളാഹുവിൻ്റെ അടിമകൾ എങ്ങനെയാണോ ഈ ദുനിയാവിൽ അവർ മരണപ്പെടുന്നത്, അതേ അവസ്ഥയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുനർജീവിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവർ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിക്കൊണ്ട് ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മ തിന്മകൾ അത് നാളെ പരലോകത്ത് അതിൻ്റെ ഫലം, കർമ്മഫലം അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമാണ്. രണ്ടാമത്തേത്, നാളെ പരലോകത്ത് വിചാരണയുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണ്. എൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, പരിണിത ഫലം അത് ഞാൻ കാണേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം ചെയ്യുന്ന തിന്മകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു പോയതിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് നമ്മളുടെ ഇച്ഛ തേടുന്നതിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ പരലോകത്തേക്ക് പോകേണ്ടവരാണ് നാം എന്ന ബോധത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.